PSC റാങ്ക് ലിസ്റ്റിലൊക്കെയുള്ള ഉദ്യോഗാർത്ഥികൾ വേക്കൻസി കയറ്റുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞങ്ങൾ ഇടുക്കി LGSന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. അപ്പം ഞങ്ങളിൽ കുറച്ച് പേര് ഇന്ന് ചെറിയൊരു പോർഷനിലേക്ക് ഫീൽഡ് വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ഫീൽഡ് വർക്ക് വഴിയായിട്ടാണ് നമ്മൾ വേക്കൻസികൾ കയറ്റുന്നത്. അപ്പോൾ രാവിലെ തന്നെ വർക്കിന് ഇറങ്ങുമ്പോൾ നമുക്ക് വേക്കൻസികൾ കിട്ടുമ്പോൾ അത് എവിടേക്കാണെന്ന് എഴുതിയെടുക്കാനുള്ള ഒരു നോട്ട് പാഡൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത്. ഇന്ന് എൻ്റെ സ്ഥലത്തേക്കാണ് എൻ്റെ കൂടെയുള്ളവർ വരുന്നത്. ഇന്ന് എൻ്റെ കൂടെ വന്ന 2 പേരും ഇവിടെ അടുത്തുള്ളവരൊന്നും അല്ല കേട്ടോ. 2 പേരും ദൂരത്താണ്. ഒരാൾ ഇരട്ടയാറും ഒരാൾ തൂക്കുപാലും. ഇവിടെ വർക്കിന് ആളില്ലാത്തത് കൊണ്ട് എൻ്റെ കൂടെ ഇങ്ങ് പോകുന്നതാണ്. നമ്മൾ ശരിക്കും PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്നതിനെ കഴിഞ്ഞും ശരിക്കും നല്ല ഫ്രണ്ട്സാണ്. നമ്മൾ ബസ് ഇറങ്ങിയതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു ഓഫീസ്. അപ്പോൾ ആദ്യം അവിടെ കയറി, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഓഫീസിലേക്ക് കയറി. എല്ലായിടത്തും നമുക്ക് സന്തോഷ വാർത്തയായിരുന്നു കേട്ടോ, നമുക്ക് വേക്കൻസികൾ വരാൻ കിടപ്പുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വന്നത് സ്കൂളിലേക്കാണ്. ഈ ചേച്ചി ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് കയറിയ ചേച്ചിയാണ്. 3 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ ചേച്ചിയുടെ ബെല്ലടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ ആയിട്ട് എടുത്തതായിരിക്കും. ചേച്ചി പോലും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. അത്യാവശ്യം നടന്നെത്താൻ പറ്റുന്ന ദൂരത്തുള്ളതൊക്കെ ഞങ്ങൾ നടന്നങ്ങ് കവർ ചെയ്തു. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചായയും വെള്ളമൊക്കെ കുടിക്കാമെന്ന് കരുതിയിട്ട് ബേക്കറിയിൽ കയറി. അത് കഴിഞ്ഞ് എൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അവർ കടലമിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിലേക്കാണ് തന്നത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന അടുത്തൊരു ഓഫീസിലേക്കും പോയി. അതിനുശേഷം ഹെൽത്ത് അവിടെയും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ശരിക്കും ഉടുമ്പൻചോല താലൂക്കിലുള്ള ആൾക്കാരാണ്. നമ്മളൊരു ജില്ലാ റാങ്ക് ലിസ്റ്റ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വർക്കിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ താലൂക്ക് ഗ്രൂപ്പുകളും കൂടെ അതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഈ താലൂക്ക് ഗ്രൂപ്പുകളാണ്, ആ ഗ്രൂപ്പിലുള്ള ആളുകളാണ് ആ താലൂക്കിലുള്ള ഓഫീസുകൾ എല്ലാം കവർ ചെയ്യുന്നതും അവിടെ എവിടെയൊക്കെ വേക്കൻസി വരാനുണ്ടെന്നുള്ളതൊക്കെ നോക്കി അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുകയും അത് നമ്മൾ വേക്കൻസി കയറ്റുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇത് പറയാനാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം, എന്നാലും ചെറുതായിട്ട് പറഞ്ഞതാണ്. ഇത് നമ്മൾ പിന്നെ ഒരു കോളേജാണ് കേട്ടോ, ITIയിൽ വന്നു. അവിടെ നിന്ന് പോണ വഴിക്ക് നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് കോളേജ് ഇരിക്കുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മൾ രാവിലെ 10:30 തുടങ്ങിയ വർക്കാണ് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തീർന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതിനുശേഷം ഇവർക്കൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട് മക്കളെ വിളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് കാരണം അവരെ ഞാൻ ടാറ്റാ ബൈ ബൈ കൊടുത്ത് പറഞ്ഞു വിട്ടു. ശരിക്കും വർക്കിന് ഇറങ്ങുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മളൊരു ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു വൈബ്, ശരിക്കും അതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പോയപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിഷമമൊക്കെ ആയി. പക്ഷെ സാരമില്ല, നമുക്കിനി മീറ്റ് ചെയ്യാമല്ലോ, വർക്കിനൊക്കെ ഇറങ്ങാം. പിന്നെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്ന വഴിക്ക് ലോകം തലതിരിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നറിയാനായിട്ട് ഞാൻ തലതിരിച്ചൊരു വീഡിയോ എടുത്ത് നോക്കി. നേരെയുള്ളതിനെ കഴിഞ്ഞ് ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ തലതിരിഞ്ഞ് കാണുന്ന ലോകം. പിന്നെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാന്ന് തോന്നുന്നു ഉച്ചവരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന് കയറിയതും നല്ല അടിപൊളി മഴ. എന്തായാലും മഴ നനയാതെ നമ്മുടെ ഫീൽഡ് വർക്കൊക്കെ നടന്നു. പകല് വീട്ടിലിരിക്കാത്തത് കൊണ്ട് മക്കൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി വന്ന കടലമിഠായും എൻ്റെ സ്വഭാവത്തിന് എനിക്ക് തന്നെ തന്നു വിട്ടു.